ശ്ലോകം 7. യദാത്മവിദ്യാ സങ്കോചസ്തദാ അവിദ്യാഭയങ്കരം നാമരൂപാത്മനാത്യർത്ഥം വിഭാതീഹ പിശാചവത്. എപ്പോൾ ആത്മജ്ഞാനമില്ലാതിരിക്കുന്നുവോ അപ്പോൾ അവിദ്യ, അജ്ഞാനം നാനാവിധ നാമരൂപാകാരേണ പരിണമിച്ചിട്ട് പിശാച് പോലെ ഏറ്റവും ഭയങ്കരമാവണ്ണം പ്രത്യക്ഷത്തിൽ തോന്നുന്നു. ആത്മജ്ഞാനമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ജീവജാലങ്ങൾക്ക് ഈ പ്രപഞ്ചം തന്നെയും അതിൽ നിന്ന് ഭയദുഃഖാദികളും തോന്നുന്നത്. ആത്മാവിനെക്കുറിച്ചുള്ള ശരിയായ ജ്ഞാനമുണ്ടാകുമ്പോൾ സർവ്വദുഃഖങ്ങളും അവയ്ക്ക് ആധാരമായ പ്രപഞ്ചത്തിൻ്റെ പ്രതീതിയും ഒന്നിച്ചു നിശേഷം നശിച്ചു പോകുന്നു. നിർവിശേഷമായ ആത്മാവിൻ്റെ സാക്ഷാത്കാരമാകുന്ന യഥാർത്ഥ ജ്ഞാനമുണ്ടാകുന്ന കാലം വരെ ദുഃഖനിവൃത്തി സിദ്ധിക്കുന്നതല്ല. ആത്മജ്ഞാനം മറ്റു സാധനങ്ങളെക്കാൾ മോക്ഷത്തിനുള്ള മറ്റു സാധകങ്ങളെക്കാൾ മോക്ഷത്തിനുള്ള ഏക സാക്ഷാത്കാര സാധകമാകുന്നു. പാകം ചെയ്യുന്നതിന് മുമ്പ് വന്നി പോലെ ആത്മജ്ഞാനമില്ലാതെ മോക്ഷം സിദ്ധിക്കുകയില്ല എന്ന് ശ്രീ ശങ്കരാചാര്യരും പറഞ്ഞിട്ടുണ്ട്. ഈ ശ്ലോകം കൊണ്ട് ആത്മവിദ്യ സങ്കോചം നിമിത്തമുണ്ടായിട്ടുള്ള ഭയദുഃഖാദികളിൽ നിന്നും വിമുക്തമാകണമെന്ന് ഇച്ഛയുള്ളവർ ഈ ശാസ്ത്രത്തിന് അധികാരിയെന്നും ആത്മവിദ്യ ഇതിലെ പ്രതിപാദ്യ വിഷയമെന്നും ആത്മവിദ്യയ്ക്കും ഈ ശാസ്ത്രത്തിനും തമ്മിൽ പ്രതിഘാത സംബന്ധമുണ്ടെന്നും അവിദ്യാ ദുഃഖത്തിൽ നിന്നുള്ള അത്യന്ത നിവൃത്തിയും ആത്മവിദ്യോപലബ്ധികൾ ആകുന്ന പരമാനന്ദപ്രാപ്തിയും പ്രയോജനമെന്നും സൂചിപ്പിക്കപ്പെട്ടു. അവിദ്യാ ദുഃഖത്തിൽ നിന്നുള്ള അത്യന്ത നിവൃത്തിയും ആത്മവിദ്യോപലബ്ധിയാകുന്ന പരമാനന്ദപ്രാപ്തിയും പ്രയോജനമെന്നും സൂചിപ്പിക്കപ്പെട്ടു. ഇഹലോകത്തിലുള്ളവർക്ക് മാത്രമല്ല ഈ വിധം വ്യാമോഹവും ദുഃഖവും ഉള്ളതെന്നും ദൃശ്യാദൃശ്യങ്ങളായ സർവ്വപ്രപഞ്ചങ്ങളിലുമുള്ള സർവ്വജീവരാശികൾ ഈ ഭയങ്കരത നിയമേന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നും പ്രപഞ്ചത്തെ ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ അപ്രകാരമുള്ള ഒരു അത്ഭുത ശക്തിയോട് കൂടിയാകുന്നു എന്നുമാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്.